Chapter 5 Magnetism and Matter. Introduction. നമുക്കൊരു മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു ബാർ മാഗ്നറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ബാർ മാഗ്നറ്റിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രത്യേകത, ഈ ബാർ മാഗ്നറ്റ് നമ്മൾ ഒരു ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്താൽ, അപ്പോൾ ഞാനൊരു ബാർ മാഗ്നറ്റാണ് കാണിക്കുന്നത്. ഈ ബാർ മാഗ്നറ്റ് ഒരു ചരടിൽ കെട്ടിത്തൂക്കിയിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇത് എപ്പോഴും നോർത്ത് ഡയറക്ഷനിൽ നിൽക്കുന്നതും സൗത്ത് പോള് സൗത്ത് ഡയറക്ഷനിൽ നിൽക്കും. അതായത് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ, ജോഗ്രഫിക്കലായിട്ടുള്ള നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എപ്പോഴും അലൈൻ ചെയ്ത് വന്ന് നിൽക്കും. ഇതിന്റെ പ്രത്യേകതയാണ്. ബാർ മാഗ്നറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഫ്രീലി സസ്പെൻഡ് മാഗ്നറ്റ് ഓൾവേസ് കംസ് ഇൻ നോർത്ത് സൗത്ത് ഡയറക്ഷൻ. നോർത്ത് എന്ന് പറഞ്ഞാൽ ജോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അത് അലൈൻ ചെയ്യും. നമുക്കത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ പ്രോപ്പർട്ടി ഞാൻ ഇവിടെ എഴുതുന്നില്ല, അത് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, നോർത്ത് പോൾ റിപ്പൽ ചെയ്യും. ഇപ്പം ഞാനൊരു മാഗ്നറ്റ് കാണിക്കുകയാണ്, വേറൊരു മാഗ്നറ്റാണ്. ഇപ്പം ഇതിൻ്റെ നോർത്ത് പോളും വേറെ മാഗ്നറ്റിൻ്റെ നോർത്ത് പോളും കൊണ്ടുവന്ന് ഇവർ തമ്മിൽ പരസ്പരം വികർഷിക്കും, റിപ്പൽ ചെയ്യും. ആ സമയത്ത് ഒരു നോർത്ത് പോളും സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിൽ, ഞാനിപ്പോൾ കാണിക്കുന്നത് രണ്ട് മാഗ്നറ്റാണ് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നോർത്ത് പോളും ഇതിൻ്റെ സൗത്ത് പോളാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇവർ തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ റിപ്പൽഷനാണ് ഉണ്ടാകുന്നത്. നോർത്ത് പോളും റിപ്പൽ ചെയ്യും. അതേസമയം നോർത്ത് പോളും സൗത്ത് പോളും അട്രാക്ട് ചെയ്യും. അപ്പോൾ ഇതൊരു മാഗ്നറ്റിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ്. നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നമുക്കൊരു നോർത്ത് പോൾ മാത്രമായിട്ടുള്ള മാഗ്നറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. നോർത്ത് പോൾ കനോട്ട് ബി ഐസൊലേറ്റഡ്. അതായത് നമ്മളൊരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതാണ് മാഗ്നറ്റ്. ഈ മാഗ്നറ്റ് നോർത്ത് പോളും ഉണ്ട്, അതോടൊപ്പം തന്നെ അതിൽ നിന്നിട്ട് സൗത്ത് പോളും ഉണ്ട്. ഇങ്ങനെ ഈ ഇതിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് നമ്മളിതിനെ മുറിച്ചിട്ട് നോർത്ത് പോൾ മാത്രം നമുക്കിങ്ങനെ മുറിച്ചെടുക്കാൻ പറ്റില്ല. ഇപ്പം ഇതവിടുന്ന് മുറിച്ചിട്ട് നമ്മളൊരു മാഗ്നറ്റ് ഉണ്ടാക്കുകയാണ്. ആ മാഗ്നറ്റിൻ്റെ എല്ലാ സൈഡും നോർത്ത് പോളാണ്. അങ്ങനെ മാഗ്നറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതായത് നോർത്ത് പോൾ കനോട്ട് ബി ഐസൊലേറ്റഡ്. അപ്പം ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒരിക്കലും സാധ്യമല്ല. അതുമാതിരി സൗത്ത് പോൾ മാത്രമായിട്ടുള്ള ഒരു മാഗ്നറ്റും നമുക്ക് ഇല്ല. അപ്പം മോണോപോൾ എന്ന് തന്നെ പറയാം. ഇതിപ്പോൾ എന്താണ്, നോർത്ത് ആകുമ്പോൾ ഇതിന് ഒറ്റ പോളല്ലേ ഉള്ളൂ. അങ്ങനെ മോണോപോൾ ഡസ് നോട്ട് എക്സിസ്റ്റ്. അപ്പോൾ മോണോപോൾ മാത്രമുള്ള ഒരു മാഗ്നറ്റും നമ്മൾ കാണപ്പെടുന്നില്ല. ഇതാണ് മൂന്നാമത്തെ പ്രോപ്പർട്ടി. നമുക്ക് നാലാമത്തെ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. നമുക്കൊരു മാഗ്നറ്റിനെ അയൺ പീസിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മളിതൊക്കെ നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒരു അയൺ പീസ് എടുക്കുക. അയൺ പീസ് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടൊരു മാഗ്നറ്റ് വയ്ക്കുക. ഇപ്പം ഞാനൊരു മാഗ്നറ്റാണ് കാണിക്കാൻ പോണത്. ഇപ്പം ഞാനൊരു മാഗ്നറ്റ് അതിൻ്റെ അടുത്ത് വെച്ചു. മാഗ്നറ്റിന് നോർത്ത് പോളും സൗത്ത് പോളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ട് പോളുള്ള ഒരു മാഗ്നറ്റ്, ഒരു അയൺ പീസ്, ഇത് അയൺ പീസാണെന്ന് വിചാരിക്കുക. അയൺ പീസിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അയൺ പീസിന് എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. അപ്പോൾ മാഗ്നറ്റിന് നമുക്കൊരു അയൺ പീസിന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ 4 പ്രോപ്പർട്ടീസാണ് നമ്മൾ മാഗ്നറ്റിനെ കണ്ടിട്ടുള്ളത്.